ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതേ കോട്ടയംകാലം മലരിക്കൽ ഫെസ്റ്റ് കാണാൻ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി, ടൈം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ മലരിക്കൽ വരുന്നത് കോട്ടയം കുമരകം റൂട്ടിൻ്റെ ഇടയിലായിട്ട്. എക്സാക്റ്റ് ലൊക്കേഷൻ നമ്മുടെ ഗൂഗിൾ മാപ്പ് പറഞ്ഞുതരും കേട്ടോ. ആക്ച്വലി ഇത് പൂജ ഹോളിഡേയ്സിലെടുത്ത വീഡിയോ ആണ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, അതിൻ്റെ ചെറിയ വിഷമമൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം. അങ്ങനെ 1.5 വർഷമായി പോകണമെന്ന് പറഞ്ഞ് മാറ്റി വെച്ച ഒരാഗ്രഹമാണ് ഇന്ന് സാധിച്ചേക്കണേ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് ഞാൻ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് സ്ഥലത്തെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതാ മലരിക്കൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു കുറച്ച് വിശേഷങ്ങൾ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് പേര് ബോട്ടിങ്ങിനായിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. ആമ്പൽ കെട്ടായിട്ടൊക്കെ ഒരു ബക്കറ്റിലൊക്കെ വെച്ചത് കാണാൻ സാധിക്കും. കുറച്ച് അമ്മമാരാണ് നമുക്ക് കൊണ്ടുതന്നത്. 30 രൂപയാണ് നമ്മളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ട് 2-3 കെട്ടൊക്കെ. രാവിലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് ഇറങ്ങിയത്. പക്ഷേ നമ്മളവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയോ എന്ന് സംശയം. അടിപൊളിയാണ് സീനറി. ക്രൗഡായി തുടങ്ങിയിട്ടുണ്ട്. മലരിക്കലിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം, കണ്ടിട്ട് വരാം. അത് രാവിലെ തന്നെ വരാൻ നോക്കുക, എന്നാൽ മാത്രമേ ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കൂ. ഒരു വെള്ളം എടുത്തിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. എൻ്റെ 8 ഫ്രണ്ടും വൈഫും കൊച്ചും ഉണ്ട്. 100 രൂപയാണ് വെള്ളത്തിൻ്റെ ഇത്. ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ഹോളിഡേ അല്ലേ, എല്ലാവരും പൂവ് ഇതുപോലെ നമ്മളും വെച്ചിട്ടുണ്ട്. ഇതേപോലെ പൂവൊക്കെ വെച്ചിട്ട് കണ്ടോ ഗൈസ്, ഇത് കണ്ടോ എന്റെ ചുറ്റും ആമ്പൽ വിരിഞ്ഞു നിൽക്കണം. ആമ്പൽ പൂവിന്റെ ഇടയിലേക്കൂടുള്ള വെള്ളത്തിൽ കയറിയിട്ടുള്ള യാത്രയില്ലേ, അത് അടിപൊളിയാണ് കേട്ടോ. ആമ്പൽ നിൽക്കാണ്, ഇത് കണ്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, 6 മണി തൊട്ട് 9 മണി വരെ മാത്രം ആമ്പൽ വിരിഞ്ഞ് നിൽക്കുള്ളൂ. വെയിൽ ഏൽക്കുന്നതോടെ ആമ്പൽ പൂവുകൾ വാടിപ്പോകും. എല്ലാവരും ഈ ഫോട്ടോഷൂട്ടിനായിട്ട് എല്ലാവരും ഇറങ്ങിയാണ്. 15 രൂപയേ ഉള്ളൂ. ആ വെള്ളം പറ്റിയാലല്ലേ. പാടത്തൊക്കെ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെറും ഒരു കളയാണ് കേട്ടോ. അപ്പോൾ വർഷത്തിലൊക്കെ പൂക്കുന്ന ഈ ഒരു ആമ്പൽ പൂവ് നമ്മുടെ മലരിക്കൽ വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മളിവിടെ എത്തിയാലില്ലേ, കാഴ്ചകൾ കാണിക്കാനായിട്ട് വള്ളവും വള്ളക്കാരും റെഡിയാണ്. ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ബോട്ടിൽ പോകുന്നത് 1000 രൂപയും. ഏകദേശം 1 മണിക്കൂറോളം കിടില്ല യാത്രയായിരിക്കും കേട്ടോ. അങ്ങനെ എപ്പോഴും കിട്ടത്തൊന്നുമില്ല, ഈ സീസണിൽ മാത്രം കാണാൻ പറ്റത്തുള്ളൂ ഈ ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ. അപ്പം മലരിക്കൽ വരുന്നത് അത്ര വലിയ നഷ്ടമൊന്നും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ വർഷത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 3 മാസക്കാലം മാത്രമേ അമ്പൽപ്പൂക്കളൊക്കെ വിരിഞ്ഞ് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം ചെന്ന് നിന്ന സ്ഥലത്ത് നല്ല വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നീങ്ങിയിട്ട് നമ്മൾ തണലുള്ള സ്ഥലത്ത് വന്ന് നിന്ന് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് അധികം ഒന്നും കറങ്ങാനൊന്നും പറ്റിയില്ല. നമ്മൾ അവിടെ വെയിലുള്ള കാരണമാണ്. പിന്നെ നമ്മുടെ ചുറ്റും തന്നെ ഇതുപോലെ തന്നെയാണ് സ്ഥലം. പിന്നെ അങ്ങോട്ട് നീണ്ടു പോകും തോറും കൂടുതലും കാണാൻ പറ്റും, പക്ഷേ വെയിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് മലരിക്കലിൽ പോയിട്ട് പണി കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. ശരിക്കും യഥാർത്ഥത്തിൽ 2-3 സ്ഥലങ്ങളുണ്ട്. നമ്മൾ അതാണെന്ന് വിചാരിച്ച് പോകും, പക്ഷേ അതല്ല കേട്ടോ. മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ആദ്യമായിട്ട് പോകണമെങ്കിലും കറക്റ്റ് ലൊക്കേഷനിലെത്തി. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ റൂട്ടിലുണ്ട്. അത് കുറേ ഒരുപാട് ചുറ്റിക്കറങ്ങാനുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മൾക്ക് അത്യാവശ്യം ഇവിടെ കറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ ഇറങ്ങിയത്. കൊയ്ത്തുവണ്ടി അല്ലേ? ഒരു ഷെഡിൽ കൊയ്ത്തുവണ്ടി. ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ ഇവിടുത്തെ കാഴ്ച. അങ്ങനെ കഴിഞ്ഞു ഗൈസ്, നമ്മൾ കയറാൻ പോവാണ്. കഴിഞ്ഞേക്കാണ്. നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. അതിരാവിലെ വന്നാലും ഈ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ആമ്പലിൻ്റെ പ്ലാന്റുകൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്, നമുക്ക് വാങ്ങാനൊക്കെ പറ്റും. പക്ഷെ ഇത് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പിടിക്കുമെന്ന് അറിയില്ല. ഫുൾ ക്രൗഡായിട്ടുണ്ട് കേട്ടോ. ആളുകൾ വന്നു തുടങ്ങുന്നുള്ളൂ. നല്ല വെയിലായപ്പോഴാണ് ആളുകൾ വന്നു തുടങ്ങണേ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? കൊള്ളാം.
എന്റെ പൂവ് എന്റെ കഴുത്തിന് കൊടുക്കല്ലേ എക്സ്പീരിയൻസ് അത് ശരി. അത് രാവിലെ തന്നെ വേണ്ട. ഇവള് കോട്ടയംകാരിയാണ്. ഇന്നലെ ഇവരുടെ വീട്ടിലാണ് തലേദിവസം വന്നത്. കീപ്പിച്ചേട്ടന്റെ വൈഫാണ്. കീപ്പിച്ചേട്ടൻ എന്റെ ഏട്ടന്റെ ഫ്രണ്ടാണ്. കൊച്ചിനെ കൊണ്ടൊന്നുമില്ല. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം തന്നെ നമ്മൾ വീഡിയോ എടുത്ത് അതാണ് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് ഇപ്രാവശ്യം ഹാപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു അടിപൊളിയായിട്ടുള്ള വ്ളോഗ് കാര്യങ്ങൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.